ഗാസയിലെ വെടിനിർത്തൽ കരാറിൽ അനിശ്ചിതത്വം തുടരുകയാണ്. വെടിനിർത്തൽ താൽക്കാലികമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരണമെങ്കിൽ മോചിപ്പിക്കുന്ന 33 പേരുടെ പട്ടിക കൈമാറണമെന്നും നെതന്യാഹു വ്യക്തമാക്കി. രാകേഷാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. രാകേഷ്, ഗുഡ് മോർണിംഗ്. എന്താണ് ഇപ്പോൾ ഉള്ള അനിശ്ചിതത്വം? എന്തുകൊണ്ടാണ് പട്ടിക നൽകാൻ ഇത്ര വൈകുന്നത്? സാങ്കേതിക കാരണങ്ങളാണോ പറയുന്നത്? അശ്വതി, ഗുഡ് മോർണിംഗ്. ഏതായാലും ഗാസയിലെ വെടിനിർത്തലിന്റെ കാര്യത്തിൽ തുടക്കം മുതലുള്ള അനിശ്ചിതത്വം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഗാസയിൽ ഇത്തരത്തിൽ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിക്കപ്പെട്ടത്. പക്ഷേ അതിനുശേഷവും ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായി. കാരണം ഇങ്ങനൊരു കരാർ ഉണ്ട് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ പോലും ഇസ്രായേൽ തയ്യാറായിരുന്നില്ല. അതിനുശേഷം വെള്ളിയാഴ്ചയാണ് ഇസ്രായേൽ മന്ത്രിസഭാ യോഗം ചേർന്ന് ഈ കരാറിന് അംഗീകാരം നൽകിയത്. അതിനുശേഷം സമ്പൂർണ്ണ മന്ത്രിസഭ ഇതിന് അംഗീകാരം നൽകുകയും ചെയ്തു. അപ്പോൾ പോലും 24 അംഗ മന്ത്രിസഭയിൽ 16 പേരാണ് ഈ കരാറിനെ പിന്തുണച്ചത്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പാർട്ടിയിലെ 2 അംഗങ്ങൾ ഉൾപ്പെടെ, ലിക്വിഡ് പാർട്ടിയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പാർട്ടി, ലിക്വിഡ് പാർട്ടിയിലെ 2 അംഗങ്ങൾ ഉൾപ്പെടെ മറ്റുള്ള 8 പേർ ഇതിനെ എതിർക്കുന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. തീവ്ര വലതുപക്ഷ നിലപാടുള്ള മന്ത്രിമാരാണ് ഈ നിലപാടിനെ എതിർത്ത് രംഗത്ത് വരികയും ചെയ്തിട്ടുള്ളത്. ഏതായാലും അശ്വതി ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ, ഇപ്പോഴുള്ള ആശയക്കുഴപ്പം എന്തെന്ന് ചോദിച്ചാൽ, വെടിനിർത്തൽ കരാർ 3 ഘട്ടമായാണ് നടപ്പാക്കുന്നത്. അതിൽ ആദ്യഘട്ടമായി വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ആദ്യഘട്ടമായി ഹമാസ് തടവിലാക്കിയ 33 ഇസ്രായേലികളെ, ബന്ദികളാക്കിയ 33 ഇസ്രായേലികളെ മോചിപ്പിക്കും എന്നതാണ് ആദ്യഘട്ടം. ഇതിന് മറുപടി അല്ലെങ്കിൽ ഇതിന് പകരമായി ഇസ്രായേൽ ജയിലുള്ള ഏതാണ്ട് 100 പലസ്തീനികളെ മോചിപ്പിക്കുമെന്നായിരുന്നു കരാറിന്റെ ആദ്യഘട്ടം. പക്ഷേ ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത്, ഹമാസ് ഇതുവരെ ഈ മോചിപ്പിക്കുന്നത് ആര് എന്ന് സംബന്ധിച്ച പട്ടിക നൽകിയിട്ടില്ല. ഈ പട്ടിക നൽകണം, ഈ നൽകിയാൽ മാത്രമേ വെടിനിർത്തൽ കരാർ അംഗീകരിക്കൂ എന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ ഇസ്രായേൽ വരുന്നത്. ഇന്നലെ രാജ്യത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അഭിസംബോധന ചെയ്തിരുന്നു. ഇതിൽ അദ്ദേഹം ഉപയോഗിച്ച വാക്ക് അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ, ഒന്ന്, വെടിനിർത്തൽ കരാർ താൽക്കാലികം മാത്രമാണ്. കാരണം ഹമാസ് വാക്ക് പാലിച്ചില്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഈ നിലപാടിൽ മാറ്റം വരുത്തിയേക്കാം എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇന്ത്യൻ സമയം 12 മണിക്കാണ് ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വരേണ്ടത്. ഈ ചർച്ചകൾക്കെല്ലാം, ഈ സമാധാനം കൊണ്ടുവരാനുള്ള ചർച്ചകൾക്കെല്ലാം തന്നെ ചുക്കാൻ പിടിച്ചത് അമേരിക്കയും ഒപ്പം തന്നെ ഖത്തറുമായിരുന്നു. അവരുടെ മധ്യസ്ഥയിലായിരുന്നു ദോഹയിൽ നടന്ന ചർച്ചകളാണ് ഇത്തരത്തിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വരാനുള്ള നിർണായകമായത്. ഏതായാലും ഈ 2 രാജ്യങ്ങളും ഇപ്പോഴും ഇത് നടപ്പിലാക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ നടത്തി വരികയാണ്. ഹമാസിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണമായി വരുന്നത് സാങ്കേതിക പ്രശ്നം മാത്രമാണ്, മറിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന പ്രതികരണം ഹമാസിന്റെ ഭാഗത്തുനിന്നും ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. ഏതായാലും ഇന്ത്യൻ സമയം 12 മണിക്കാണ് വെടിനിർത്തൽ കരാർ നിലവിൽ വരേണ്ടത്. അതുകൊണ്ട് തന്നെ സമാധാനം പുലരും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ലോക രാജ്യങ്ങളുള്ളത്. അശ്വതി, രാകേഷ്, അതിലിപ്പോ നമ്മൾ പറഞ്ഞ കാര്യം, ഒന്ന് ബന്ദി കൈമാറ്റം, മറ്റൊന്ന് സേനാ മാറ്റം. ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ഉറ്റുനോക്കുന്നത്. ഇതിൽ ബന്ദി കൈമാറ്റത്തിലാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞ സമയത്ത്, അതായത് അവിടുത്തെ പ്രാദേശിക സമയം 8:30, നമ്മുടെ സമയം ഉച്ചയ്ക്ക് 12 മണി, ഈ സമയത്തിനുള്ളിൽ ഇത് പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നും ആ സമാധാന കരാർ നിലവിൽ വരുമെന്നും ഇനി പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം അശ്വതി. പക്ഷേ ഇതിന് ആദ്യം മുതൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. അതിപ്പോഴും തുടരുന്നു എന്നാണ് ഇതിനെ സങ്കീർണമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. കാരണം മറ്റൊന്ന്, ഈ വെടിനിർത്തൽ കരാർ അല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വരുമെന്ന ചർച്ചകൾ ധാരണയായത് കഴിഞ്ഞ ബുധനാഴ്ചയാണ്. പക്ഷേ അതിനുശേഷം ഈ ഉള്ളൊരു 4-5 ദിവസം എടുത്തു കഴിഞ്ഞാൽ ആ ദിവസങ്ങൾക്കിടയിൽ പോലും ഇസ്രായേലിന്റെ ആക്രമണം ഗാസയിൽ ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നത് ഈ ആദ്യഘട്ടമായുള്ള കരാറിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ 33 പേരെ മോചിപ്പിക്കുമെന്ന് പറയുന്നതിന് അതിൽ പരിഗണന നൽകുന്നത് കുട്ടികൾക്കും ഒപ്പം തന്നെ സ്ത്രീകൾക്കുമാണ്. കാരണം ഏതാണ്ട് 95 പേരാണ് ഹമാസ് ബന്ദികളാക്കി ഗാസയിലുള്ള ഇസ്രായേലികൾ. അതിൽ തന്നെ ഭൂരിഭാഗം പേരും, ഏതാണ്ട് 70ഓളം ആളുകൾ ജീവനോടെ ഉണ്ട് എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ആദ്യ പ്രയോറിറ്റി എന്ന് പറയുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എന്നതാണ് ഈ കരാറിന്റെ ഭാഗമായി സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരം വിവരങ്ങൾ കൈമാറുന്നില്ല എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ ഏതായാലും ആവർത്തിക്കുന്നത്. അതാകട്ടെ സാങ്കേതിക പ്രശ്നം മാത്രമാണെന്ന് ഹമാസ് മറുപടി നൽകുകയും ചെയ്യുന്നു. ഏതായാലും ഈ ചർച്ചകൾക്ക്, കാരണം പല കാലങ്ങളിലായി, മാസങ്ങൾക്ക് മുമ്പ് തന്നെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള ചർച്ചകളൊക്കെ നടന്നതാണ്. പക്ഷെ അതൊക്കെ പരാജയപ്പെട്ടു. അതിനുശേഷം ഇതിന് നേതൃത്വം വഹിച്ച 2 രാജ്യങ്ങൾ എന്ന് പറയുന്നത് അമേരിക്കയാണ്, മറ്റൊന്ന് ഖത്തറാണ്. കാരണം അമേരിക്കയിൽ ഭരണമാറ്റം വരാൻ പോവുകയാണ്. അതായത് നാളെ ട്രംപ് അധികാരത്തിൽ വരാൻ പോകുന്നു. അതിന് മുൻപായി ഒരു സമാധാനം കൊണ്ടുവരണമെന്നൊരു നിലപാടിലേക്ക് ജോ ബൈഡൻ എത്തിയതാണ് ഈ ചർച്ചകൾക്കൊക്കെ നിർണായകമായത്. അപ്പോൾ
അമേരിക്ക ഈ വിഷയത്തിൽ സജീവമായി ഇടപെടുന്നുണ്ട്, ഖത്തർ ഇടപെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സമാധാനം കൊണ്ടുവരാനുള്ള ശ്രമമുണ്ട്. ഏതായാലും ഇനിയും സമയം ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ ധാരണയിലെത്തിയിരിക്കുന്ന വെടിനിർത്തൽ കരാർ അത് പ്രാബല്യത്തിലാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയെ തന്നെയാണ് ഈ രാജ്യങ്ങളൊക്കെ തന്നെ പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ അവസാന ഘട്ടത്തിലും അവരുടെ ഭാഗത്ത് നിന്ന് ചർച്ചകൾ സജീവമായി തുടരുകയാണ്. അശ്വതി, ശരി, എന്തായാലും വെടിനിർത്തൽ താൽക്കാലികം എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. 15 മാസം നീണ്ടുനിന്ന യുദ്ധത്തിനൊരു അറുതി വരും, ഒരു സമാധാനം അവിടെ നിലവിൽ വരുമെന്ന പ്രതീക്ഷ ലോകം ഉറ്റുനോക്കുകയാണ് അവിടേക്ക്. אני מבטיח לכם, אנחנו נעמוד בכל יעדי המלחמה, אנחנו נחזיר את כולם הביתה. בהסכם שאושר כעת, אנחנו נשיב הביתה עוד 33 מאחינו ואחיותינו, רובם בחיים. ההסכם הזה הוא קודם כל תוצאה של גבורת לוחמינו בקרב, והוא גם תוצאה של עמידתנו האיתנה על האינטרסים החיוניים של ישראל. ברגע שהוא נבחר, הנשיא טראמפ התגייס למשימה של שחרור החטופים, הוא שוחח אותי בערב ביום רביעי. പറഞ്ഞ സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള ആശങ്കകൾ, സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ നീക്കി സമാധാന കരാർ, വെടിനിർത്തൽ കരാർ നിലവിൽ വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.